യാത്ര ചെയ്യുക എന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണല്ലേ. അതിനായി നമ്മൾ പലതരത്തിലുള്ള വാഹനങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതിലെ ഒരു പ്രധാന വാഹനമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ള കാറുകൾ. പല ബ്രാൻഡുകളിലും പല മോഡലുകളിലുമായി നിരവധി കാറുകളാണ് ഇന്ന് വിപണിയിലുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തിലെ കുറച്ച് വിചിത്രമായ കാറുകളെയാണ്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്പർ 8 വീൽഡ് സെഡാൻ ടൊയോട്ട. 8 വീലുകളുള്ള കാർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു നീളമുള്ള വാഹനമായിരിക്കും പ്രതീക്ഷിക്കുക. എന്നാൽ ഇത്തരത്തിൽ വിചിത്രമായൊരു കാർ മോഡൽ പലരും ആദ്യമായിട്ടാവും കാണുന്നത്. ഒരു ടൊയോട്ടോ വിയോസ് കാറാണ് ഈ വിധത്തിൽ 8 വീലുകളുള്ള കാറാക്കി മാറ്റിയത്. ഇതിനു മുന്നിൽ സാധാരണ വാഹനം പോലെ 2 ടയറുകളാണ് കാണാൻ കഴിയുക. എന്നാൽ പിന്നിൽ ഓരോ സൈഡിലും പിരമിഡ് പോലെയാണ് 3 ടയറുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 2 വീലുകൾക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വീല് കൂടിയുണ്ട്. ഇന്തോനേഷ്യയിലെ ഒരു ടാക്സി കമ്പനി ഓണറായ റോണി ഗുനവാനാണ് ഈ വിചിത്രമായ കാറിന്റെ ഉടമസ്ഥൻ. ഗ്രിഡ് ഓട്ടോ ടീമാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം കാർ മോഡിഫിക്കേഷൻ ചെയ്തത്. 45 ലക്ഷം രൂപയോളമാണ് ഈ കാർ നിർമ്മിക്കാൻ ചിലവായത്. സാധാരണ കാറുകളെ അപേക്ഷിച്ച് ഈ കാറിന് പരിമിതികളുണ്ടെങ്കിലും കുറഞ്ഞ വേഗത്തിൽ നല്ല സ്മൂത്തായി ഓടിക്കാൻ കഴിയും. നിരത്തിലിറക്കാൻ അനുമതിയില്ലെങ്കിലും വളരെ കൗതുകം നിറഞ്ഞൊരു കാർ തന്നെയാണിത്. നമ്പർ 7 റെനോൾഡ് ക്വിഡ് വിത്ത് ഡ്രോൺ. വാഹനം ഓടിക്കുന്നവരുടെ ഒരു പ്രധാന തലവേദനയാണ് റോഡിലുള്ള ട്രാഫിക്കുകൾ. നമ്മുടെ ഒരു ദിവസം തന്നെ മോശമാകാൻ ചിലപ്പോൾ ഇത് കാരണമാകാറുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് റെനോൾട്ട് കമ്പനിയുടെ ഈ വാഹനം. റോഡുകളിലുള്ള ട്രാഫിക് നമുക്ക് മാറ്റാൻ സാധിക്കില്ല, എന്നാൽ തിരക്ക് കുറഞ്ഞ വഴികൾ നമുക്ക് തിരഞ്ഞെടുക്കാനാകും. ഇതിനായി നമ്മളെ സഹായിക്കുന്ന ഒരു ഡ്രോൺ കണക്റ്റഡ് കാറാണ് റെനോൾട്ട് ക്വിഡ് എന്ന ഈ വാഹനം. 2014 ഡൽഹിയിൽ നടന്ന ഒരു ഓട്ടോ ഷോയിലാണ് ഇവർ ഈ കൺസെപ്റ്റ് കാർ അവതരിപ്പിച്ചത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഡ്രോൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ നിർമ്മിക്കുന്നത്. കാറിന്റെ റൂഫിലാണ് ഈ ഡ്രോണിന്റെ പൊസിഷൻ. ഇത് ഈ കാറിലുള്ള ടാബ്ലറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. GPS പോയിന്റുകൾ സെറ്റ് ചെയ്താൽ ഈ ഡ്രോൺ അത് ഫോളോ ചെയ്യുകയും നമ്മുടെ ഡ്രൈവിംഗ് സ്പീഡ് അതിനോട് മാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് മുൻപേ സഞ്ചരിച്ച് റോഡിന്റെ അവസ്ഥ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. ഇതുവഴി ഡ്രൈവർമാർക്ക് അവരുടെ ബെസ്റ്റ് റൂട്ട് തിരഞ്ഞെടുക്കാനും സാധിക്കുന്നു. നമ്പർ 6 ഫിനിക്സ് ബാംബു കാർ. ബാംബു മരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. ഫർണിച്ചറുകൾ, കിച്ചൺ ഐറ്റംസ് തുടങ്ങി വീടുകൾ വരെ ഇവ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ നമുക്ക് ഇവ ഉപയോഗിച്ച് ഒരു കാർ തന്നെ ഉണ്ടാക്കാം. ജർമ്മൻ പ്രൊഡക്റ്റ് ഡിസൈനറായ ആൽബർട്ട് ബക്നറും ഫിലിപ്പൈനോ ഡിസൈനറായ കോബൻ ഫ്യൂവും ചേർന്നാണ് ഇത്തരത്തിലൊരു ബാംബു കാർ നിർമ്മിച്ചത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയ വാഹനത്തിന്റെ ബോഡി മുഴുവനും ഇത്തരത്തിലുള്ള മുളകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ കാലം ചെല്ലുന്തോറും ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുമെങ്കിലും കുറഞ്ഞ ചെലവിൽ തന്നെ ഇവ നമുക്ക് പുതുക്കിയെടുക്കുകയും ചെയ്യാം. മാത്രമല്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യസ്തമായ മോഡലുകളിലും ഇവ നമുക്ക് നിർമ്മിച്ചെടുക്കാം. നമ്പർ 5 BMW Isetta. ഇന്നത്തെ കാലത്തെ സ്മാർട്ട് കാറുകളാണ് കൂടുതൽ ക്യൂട്ട് എന്ന് പറയുന്നവർ ഈ കാർ കൂടി ഒന്ന് കാണണം. 1950നും 60നും ഇടയ്ക്ക് BMW പുറത്തിറക്കിയ ഒരു കാറായിരുന്നു BMW Isetta. അക്കാലത്ത് വളരെ പോപ്പുലറായ ഒരു കാർ കൂടിയായിരുന്നു ഈ കുഞ്ഞൻ വാഹനം. 45 വ്യത്യസ്ത നിറങ്ങളിലായിരുന്നു ഈ കാർ വിപണിയിലെത്തിയത്. കൂടാതെ സ്റ്റാൻഡേർഡ് മുതൽ ഡീലക്സ് വേരിയന്റുകളിലും ഇവ ലഭ്യമായിരുന്നു. മോട്ടോർ സൈക്കിൾസ് എന്ന പേരിലായിരുന്നു ഈ കാർ ജർമ്മനിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. മാത്രമല്ല 1,60,000 യൂണിറ്റുകളാണ് അന്ന് വിറ്റുപോയത്. ചെറിയ കാറായിരുന്നിട്ട് പോലും ഇവയ്ക്ക് 96 km/h സ്പീഡിൽ സഞ്ചരിക്കുവാനും സാധിക്കുമായിരുന്നു. കാറിന്റെ മുൻവശത്താണ് ഇവയുടെ ഡോർ ഫിറ്റ് ചെയ്തിരുന്നത്. കൂടാതെ ഒരു മൂവബിൾ സ്റ്റിയറിംഗുമായിരുന്നു ഇതിനുണ്ടായിരുന്നത്. 2 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഈ വാഹനം പാർക്ക് ചെയ്യാൻ കുറഞ്ഞ സ്ഥലം മാത്രം മതി. ഒരു ഫാമിലി കാർ അല്ലെങ്കിലും ഇവയുടെ വ്യത്യസ്തത കാരണം ഒരുപാട് പേരുടെ ഫേവറേറ്റ് വാഹനം കൂടിയായിരുന്നു. നമ്പർ 4 സീ ലയൺ. വീട്ടിലൊരു അടിപൊളി കാറും ഒരു ലക്ഷറി ബോട്ടും വേണമെന്നുള്ളവർക്ക് പറ്റിയൊരു വാഹനമാണിത്. എംവിറ്റ് എന്ന കാർ നിർമ്മാണ കമ്പനിയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു സീ ലയൺ എന്ന ഈ വാഹനം. കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഈ കാർ ഡിസൈൻ ചെയ്തിരുന്നത്.
ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ആംഫീബിയൻ കാർ കൂടിയാണിത്. ഇത്തരത്തിലൊരു റെക്കോർഡിന് വേണ്ടിയായിരുന്നു ഈ കാർ നിർമ്മിച്ചത് തന്നെ. $2,60,000 ആയിരുന്നു ഈ കാറിൻ്റെ വില. TIG വെൽഡഡ് അലുമിനിയം ഉപയോഗിച്ചാണ് ഈ വാഹനത്തിൻ്റെ ബോഡി നിർമ്മിച്ചിരുന്നത്. കരയിൽ 290ഉം വെള്ളത്തിൽ 100 km/h സ്പീഡിലും വരെ ഇവയ്ക്ക് സഞ്ചരിക്കാനാകും. മാത്രമല്ല 2 എഞ്ചിനുകളാണ് ഈ കാറിനുണ്ടായിരുന്നത്. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ 174 HP എഞ്ചിനാണ് ഉപയോഗിക്കുക. എന്നാൽ വെള്ളത്തിലേക്ക് പോകുമ്പോൾ 600 HP എഞ്ചിനിലേക്ക് ഇവ മാറുകയും ചെയ്യും. നമ്പർ 3, ബ്ലഡ് ഹൗണ്ട്. 2008 നിർമ്മിച്ച ഒരു ജെറ്റ് കാറാണ് ബ്ലഡ് ഹൗണ്ട് എന്നീ വാഹനം. കരയിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനം എന്ന റെക്കോർഡിന് വേണ്ടിയായിരുന്നു ഈ കാർ നിർമ്മിച്ചത്. ഒരു റേസിംഗ് കാറിൻ്റെയും ഒരു സ്പേസ് ജെറ്റിൻ്റെയും ഹൈബ്രിഡാണ് ഈ നീളൻ വാഹനം. 1230 km/h സ്പീഡിൽ സഞ്ചരിച്ചാണ് ഈ വാഹനം വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. 2018 ഈ കാറിന് വേണ്ട ഫണ്ടിംഗ് ലഭിക്കാതെ പ്രൊജക്റ്റ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇയാൻ വാർഹസ്റ്റ് എന്ന ഒരു ബിസിനസ്സുകാരൻ ഇതിനു വേണ്ട ചെലവ് ഏറ്റെടുത്തു. ആൻഡി ഗ്രീൻ എന്ന ഈ വ്യക്തിയാണ് ഈ വാഹനം ഡ്രൈവ് ചെയ്തിരുന്നത്. 1600 km/h സ്പീഡിൽ സഞ്ചരിക്കുക എന്നതാണ് ഇവരുടെ പുതിയ ലക്ഷ്യം. എന്തായാലും അധികം വൈകാതെ ഈ റെക്കോർഡും ഇവർ സ്വന്തമാക്കും എന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 2, ദി വിൻഡ് എക്സ്പ്ലോറർ. സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്നാൽ വിൻഡ് എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാറാണ് വിൻഡ് എക്സ്പ്ലോറർ. ഡെറിക് ജിയോൺ ആൻഡ് സ്റ്റീഫൻ സിമർ എന്ന 2 എഞ്ചിനീയേഴ്സാണ് ഇത്തരത്തിലൊരു വാഹനം നിർമ്മിച്ചത്. ഈ വാഹനത്തിൽ 3107 മൈൽസ് ദൂരമാണ് ഈ ജർമ്മൻ എഞ്ചിനീയേഴ്സ് സഞ്ചരിച്ചത്. ഓസ്ട്രേലിയയിലെ ആൽബനി മുതൽ സിഡ്നി വരെ ഇവർ 2 പേരും ഈ വാഹനത്തിൽ യാത്ര ചെയ്തു. കാറ്റിൽ നിന്നും കിട്ടുന്ന ഊർജം ഇലക്ട്രിസിറ്റിയായി മാറ്റിയാണ് ഈ കാർ വർക്ക് ചെയ്തിരുന്നത്. ടർബൈനുകളും കൈസും ഉപയോഗിച്ചാണ് ഇവർ ഈ ഊർജം ഉൽപ്പാദിപ്പിച്ചത്. ലൈറ്റ് വെയ്റ്റായ ഈ വാഹനത്തിന് ഒരു 8 kW ബാറ്ററിയും 4 മോട്ടോർ സൈക്കിൾ വീലുകളുമാണുള്ളത്. 18 ദിവസത്തെ യാത്രയിൽ ഇവർ പല റെക്കോർഡുകളും സ്വന്തമാക്കി. ഒരു വിൻഡ് പവേർഡ് വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച റെക്കോർഡും ഏറ്റവും വേഗത്തിൽ സഞ്ചരിച്ച റെക്കോർഡും ഈ വാഹനത്തിന്റെ പേരിലാണ്. 200 കിലോഗ്രാം മാത്രം ഭാരം വരുന്ന ഈ വാഹനത്തിന് 80 km/h സ്പീഡും ഉണ്ടായിരുന്നു. നമ്പർ 1, ഗൂഗിൾസ് ഡ്രൈവർലെസ് കാർ. ഡ്രൈവർ ഇല്ലാത്ത ഓട്ടോമാറ്റിക് കാറിൽ യാത്ര ചെയ്യുക എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും. എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഗൂഗിൾ നിർമ്മിച്ച ഈ വാഹനം. ഈ കാറിൽ കയറിയിരുന്ന് നമുക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ഇവ നമ്മെ കൊണ്ടുപോകും. ഈ വാഹനത്തിന് ഒരു ആക്സിലേറ്ററോ ബ്രേക്കോ എന്തിന് ഒരു സ്റ്റിയറിംഗ് പോലുമില്ല. പേടിക്കേണ്ട, ഒരു എമർജൻസി ബ്രേക്ക് മാത്രം ഇവർ ഇതിൽ വച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് ഇവ വഴി കണ്ടെത്തി സഞ്ചരിക്കുക. വളരെ അഡ്വാൻസ്ഡ് ആയ സെൻസറുകളും ടെക്നോളജിയുമാണ് ഈ കാറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വരും കാലങ്ങളിൽ നമുക്കും ഇതുപോലൊരു വാഹനത്തിൽ യാത്ര ചെയ്യാമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് വാഹനമാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്